മാധ്യമം പോഡ്കാസ്റ്റ്. മാധ്യമം എഡിറ്റോറിയൽ ഡിസംബർ 22 തിങ്കൾ. അയൽ സംസ്ഥാനമായ കർണാടകയുടെ മാതൃക പിൻപറ്റി വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരായ നിയമനിർമ്മാണത്തിന് മുന്നിട്ടിറങ്ങണമെന്ന് കേരളത്തിലെ നിയമസഭാ സാമാജികരോട് ആഹ്വാനം ചെയ്യുകയാണ് ഇന്നത്തെ മാധ്യമം എഡിറ്റോറിയൽ. പിന്തുടരണം കർണാടകയുടെ കാൽവയ്പ്. ഏതു നിമിഷവും കത്തിപ്പടരാവുന്ന രീതിയിൽ വർഗീയ വിദ്വേഷത്തെ എരിയിച്ചു നിർത്തിക്കൊണ്ട് രാജ്യമൊട്ടുക്ക് വിദ്വേഷ പ്രസംഗകർ നിറഞ്ഞാടുകയാണ്. പൊതുവേദികളിൽ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ജനങ്ങളെ അപമതിക്കുകയും അവഹേളിക്കുകയും കൊലവിളിക്കുകയും ചെയ്തവർ നിയമനിർമ്മാണ സഭകളിലും അത് ആവർത്തിക്കുന്നു. വീഡിയോ സന്ദേശങ്ങളായും പാട്ടുകളായും പ്രസംഗങ്ങളായും പ്രസരിക്കുന്ന വെറുപ്പിൽ മുങ്ങിയ കാലാൾ പടയാളികൾ തെരുവുകളിലിറങ്ങി കലാപങ്ങളും വർഗീയ അസ്വാസ്ഥ്യങ്ങളും സൃഷ്ടിക്കുന്നു. ആൾക്കൂട്ട കൊലപാതകങ്ങൾ രാജ്യത്തുടനീളം ഒരു പകർച്ചവ്യാധി കണക്കെ വ്യാപിക്കുകയാണ്. വിദ്വേഷ പ്രസംഗങ്ങൾ രാജ്യത്തിന്റെ ഐക്യത്തെയും സാഹോദര്യത്തെയും തകർക്കുമെന്ന് പരമോന്നത നീതിപീഠം പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെ പരാതി ലഭിക്കാൻ കാത്തുനിൽക്കാതെ പ്രസംഗകന്റെ മതം നോക്കാതെ സ്വമേധയാ കേസെടുക്കണമെന്ന് ജസ്റ്റിസ് KM ജോസഫ്, ജസ്റ്റിസ് BV നാഗരത്ന എന്നിവരടങ്ങിയ ബെഞ്ച് 2023 ഏപ്രിൽ 28 ഉത്തരവിട്ടിരുന്നു. അനുകൂലമല്ലാത്ത നിർദ്ദേശങ്ങളും വിധിയും സുപ്രീം കോടതിയിൽ നിന്ന് വന്നാലും പാലിക്കേണ്ടതില്ലെന്ന മട്ടിലാണ് രാജ്യത്തെ പല സർക്കാരുകളും. അതുകൊണ്ട് തന്നെ വിദ്വേഷ പ്രസംഗകർ ഒരു മുടക്കവും വരുത്തുന്നതുമില്ല. അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കുന്നത് രാജ്യമാണ്, ഇവിടുത്തെ സാധാരണ ജനങ്ങളാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ കർണാടകയിലെ സിദ്ധരാമയ്യ സർക്കാർ നടത്തിയ ചുവടുവയ്പ്പിനെ ധീരം എന്ന് വിളിക്കാതിരിക്കാനാവില്ല. രാജ്യത്ത് ഇതാദ്യമായി ഒരു സംസ്ഥാനം വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരായ ബിൽ പാസാക്കിയിരിക്കുന്നു. സമുദായങ്ങൾക്കോ വർഗങ്ങൾക്കോ വ്യക്തികൾക്കോ എതിരെ വെറുപ്പും ശത്രുതയും സൃഷ്ടിക്കാനുള്ള ഉദ്ദേശത്തോടെ വാക്കുകളിലൂടെയോ അടയാളങ്ങളിലൂടെയോ ദൃശ്യരൂപങ്ങളിലൂടെയോ ആശയവിനിമയം നടത്തുന്നത് വിദ്വേഷ പ്രസംഗത്തിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിയമം ലംഘിക്കുന്നവർക്ക് 7 വർഷം വരെ തടവും 1,00,000 രൂപ വരെ പിഴയുമാണ് ബിൽ വ്യവസ്ഥ ചെയ്യുന്നത്. സുപ്രീം കോടതി നിർദ്ദേശത്തിന് ചുവട് പിടിച്ചാണ് പുതിയ നിയമം നടപ്പാക്കുന്നത് എന്നാണ് സംസ്ഥാന ആഭ്യന്തരമന്ത്രി G. പരമേശ്വര വ്യക്തമാക്കിയത്. വിദ്വേഷത്തിനെതിരായ ഏതൊരു കാൽവയ്പും ആത്മാർത്ഥമെങ്കിൽ അഭിനന്ദിക്കപ്പെടുക തന്നെ വേണം. എന്നാൽ രാജ്യം ഭരിക്കുന്ന പാർട്ടിയും കർണാടകയിലെ പ്രതിപക്ഷ കക്ഷിയുമായ BJPക്ക് അതത്ര ബോധിച്ചിട്ടില്ല. പ്രതിപക്ഷത്തെയും മാധ്യമങ്ങളെയും ലക്ഷ്യമിട്ടാണ് ഈ നിയമം കൊണ്ടുവരുന്നത് എന്നാണ് അവരുടെ പക്ഷം. പ്രതിപക്ഷ നേതാവ് R. അശോക് സഭയിൽ വെച്ച് ബിൽ കീറിയെറിയുകയും ചെയ്തു. വിദ്വേഷം പറയൽ ജന്മാവകാശമാണെന്ന് വർഗീയ സംഘങ്ങൾ കരുതി പോരുന്നുണ്ടാകണം. കർണാടകയിൽ BJP ജനതാദൾ സർക്കാരിന്റെ ഭരണകാലത്ത് വിദ്വേഷ പ്രസംഗകരുടെ ജംബൂരിയായിരുന്നു. അതിന് അനുബന്ധമായി സംസ്ഥാനത്തിന്റെ വിവിധ കോണുകളിൽ ഒട്ടേറെ വർഗീയ കലാപങ്ങളും കൊലപാതക പരമ്പരകളും അരങ്ങേറി. വെറുപ്പിന്റെ വ്യാപനത്തിനെതിരെ മതനിരപേക്ഷ ജനകീയ കൂട്ടായ്മകൾ മുൻകൈയെടുത്ത് ആവിഷ്കരിച്ച പ്രചാരണങ്ങളുടെ ഗുണഫലമായിരുന്നു സംസ്ഥാനത്തുണ്ടായ ഭരണമാറ്റം. വിദ്വേഷത്തിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കുന്നു എന്ന പ്രചാരണ വാക്യവുമായി ന്യൂനപക്ഷ സമുദായങ്ങളുടെയും മതനിരപേക്ഷ സമൂഹത്തിന്റെയും വിശ്വാസവും പിന്തുണയും ആർജിച്ച സർക്കാരിൽ നിന്ന് ജനം തീർച്ചയായും ആഗ്രഹിച്ചതാണ് ഇത്തരമൊരു നടപടി. ഒട്ടനവധി പുരോഗമനാത്മകമായ നയങ്ങൾ രാജ്യത്ത് ആദ്യമായി നടപ്പിൽ വരുത്തിയ സംസ്ഥാനമായ കേരളത്തിനെതിരായും ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ലക്ഷ്യം വെച്ചും ആസൂത്രിതമായ വിദ്വേഷ പ്രചാരണം സംഘപരിവാർ വാട്സാപ്പ് നിലയങ്ങൾ കുറെ കാലമായി നടത്തുന്നുണ്ട്. അതിന്റെ തുടർച്ചയെന്നോണം വിദ്വേഷ പ്രസംഗത്തിന്റെ നിർവചനത്തിൽ വരുന്ന തരം കുറ്റങ്ങൾ കേരളത്തിൽ ദിനംപ്രതി പെരുകി വരുന്ന സാഹചര്യമാണ്. വർഗീയ ഫാസിസ്റ്റുകളുടെ വിദ്വേഷ പ്രസംഗങ്ങൾക്കും പോസ്റ്റുകൾക്കുമെതിരെ ഭരണകൂടവും പോലീസും സ്വീകരിച്ചു പോരുന്ന നിസ്സംഗതയും നിശബ്ദതയുമാണ് അവർക്കുള്ള ഏറ്റവും വലിയ പ്രോത്സാഹനം. കേരളത്തിൽ ഭരണം പിടിക്കുക അസാധ്യമാണെങ്കിലും വർഗീയ വിദ്വേഷം ആളിക്കത്തിച്ച് പരമാവധി മുതലെടുപ്പ് നടത്താൻ ഒരുങ്ങി വർഗീയ ഫാസിസ്റ്റ് സംഘങ്ങൾ നിറഞ്ഞാടവേ അതിനെ കർശനമായ നിയമം കൊണ്ട് തന്നെ പ്രതിരോധിക്കേണ്ടതുണ്ട്. അതിനെ തടയുന്നതിന് കർണാടക നിയമസഭയുടെ മാതൃക പിൻപറ്റി വിദ്വേഷ പ്രസംഗ വിരുദ്ധ നിയമനിർമ്മാണത്തിന് മുന്നിട്ടിറങ്ങണമെന്ന് സംസ്ഥാനത്തെ ഇരുമുന്നണികളിൽ നിന്നുമുള്ള നിയമസഭാ സാമാജികരോട് മാധ്യമം ആഹ്വാനം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം പാലക്കാട് ജില്ലയിലെ വാളയാറിൽ നടന്ന വംശീയതയിലൂന്നിയ ആൾക്കൂട്ട കൊലപാതകം പോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ, ജനവിഭാഗങ്ങളുടെ അന്തസ്സ് ചോദ്യം ചെയ്യപ്പെടാതിരിക്കാൻ അത് അത്യാവശ്യമാണ്. വിദ്വേഷത്തെ അകറ്റി നിർത്താത്തിടത്തോളം കേരളം ഫാസിസ്റ്റ് ഭീഷണിയിൽ നിന്ന് മുക്തമല്ലെന്ന് മറക്കാതിരിക്കുക. മാധ്യമം പോഡ്കാസ്റ്റ്.